ഒരു ദിവസം ഒരു 5 ആക്ടിവിറ്റി ചെയ്യണം എന്ന് പറഞ്ഞാൽ എത്ര പേര് ചെയ്യുന്നുണ്ട്? ഡെസ്പറേറ്റ് ആയിട്ട് എത്ര പേർക്ക് ആവശ്യമുണ്ട്? എനിക്ക് നടക്കാൻ പറ്റുന്ന നടുവേനയാ, അല്ലെങ്കിൽ കാലുവേന, അല്ലെങ്കിൽ മഴയാ, വെയിലാ, അല്ലെങ്കിൽ എനിക്കിപ്പോ അസൗകര്യ, ഓണം കഴിയട്ടെ, ഇനിയിപ്പോ ഓണം കഴിഞ്ഞ് ഇനിയിപ്പോ അടുത്ത വിഷുവാ അല്ലെങ്കിൽ ക്രിസ്മസാ, ഇത് കഴിയട്ടെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ മനസ്സിലാക്കണം, എന്ത് കാര്യം നിങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചാലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ അതിന്റെ പുറകെ ഒരു ഭ്രാന്തമായ ആവേശത്തോടുകൂടി പോയില്ലെങ്കിൽ നിങ്ങൾ എങ്ങും എത്താൻ പോകുന്നില്ല. ഭ്രാന്തമായ ആവേശത്തോട് പോവുകയാണെങ്കിൽ എല്ലാ കാര്യവും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് മീൻസ് ദ ഓൺലി ലിമിറ്റ് ഫോർ യു ഈസ് യു. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏക ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക, എന്റെ ജീവിതത്തിൽ ഞാൻ തന്നെയാണ്. ഏത് കാര്യവും നമ്മളുടെ ലിമിറ്റ് എവിടെയാണോ, നമ്മൾ എവിടെയാണോ നിർത്തുന്നത് അവിടെ നിൽക്കും. അത്രേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുവാണ് ഇത് പോരാ, ഇതിന്റെ അറ്റം, ഇതൊന്നും എന്റെ ജീവിതത്തിൽ ഒന്നുമല്ല, എനിക്ക് ഇനി എത്തണം. ആ സമയത്ത് നമ്മുടെ ആരോഗ്യം ഒരു പ്രശ്നമായിരിക്കില്ല. ആ സമയത്ത് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറി കേട്ടാൽ മനസ്സിലാവും, ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലിമിറ്റേഷൻ ആവത്തില്ല. സോ ട്രസ്റ്റ് യുവർ സെൽഫ്. നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ പലതും ചെയ്യാൻ പറ്റും എന്നുള്ള ട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. ആ ട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. യു നോ ഹൗ ടു ഡു ഇറ്റ്. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ബിസിനസ് ചെയ്യാനൊക്കെ അറിയാം. ഇല്ലെങ്കിലും എല്ലാം പഠിച്ചിട്ടൊന്നുമില്ല ആൾക്കാർ ഇറങ്ങുന്നത്. നമ്മളങ്ങ് ഇറങ്ങുമല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ ഒമേഗ 3 ചെയ്യുന്ന പുള്ളിയുടെ കാര്യം പറഞ്ഞാലോ, പുള്ളി പറഞ്ഞു ആക്ച്വലി ഒമേഗ 3 കഴിച്ചു പരിചയം മാത്രമേ ഉള്ളൂ. ഒമേഗ 3 എവിടുന്ന് കിട്ടുമെന്നോ, എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നോ, എവിടുന്ന് മാനുഫാക്ചർ ചെയ്യണമെന്നോ അറിയില്ല. അദ്ദേഹം ഒമേഗ 3 എന്നുള്ള ഒറ്റ പ്രൊഡക്റ്റിനെ പുറകെ റിസർച്ച് ചെയ്ത് പുള്ളി കഴിഞ്ഞ ദിവസം മലേഷ്യയിൽ ഡോക്ടർമാർക്ക് പോയി ക്ലാസ് എടുത്തു. നിങ്ങൾ MBBS ഡോക്ടർമാർക്ക്, MBBS ഡോക്ടർ, FRCS ഒക്കെ ഉള്ള ഡോക്ടർമാർക്ക് പോയി ഒമേഗ 3 കുറിച്ച് ക്ലാസ് എടുത്തു. പുള്ളി 2 പബ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ പോകുന്ന ശ്രമത്തിലാണ്. ഞാൻ പറയുന്നത്, ഇതൊരു സാധാരണ ഒരു നാച്ചുറോപ്പതി ഡോക്ടറാണ്. അപ്പൊ പുള്ളിക്ക് അലോപ്പതിക്കാരെ ഒരിക്കലും നാച്ചുറോപ്പതിക്കാരെ സാധാരണ അംഗീകരിക്കാറില്ല. മലേഷ്യ പോയി എടുത്ത ഫോട്ടോ ആണ്. എനിക്കത് 10-40 പേരെങ്കിലും ഉള്ള ഒരു കോൺഫറൻസ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ നമ്മൾ എന്തിന്റെ പുറകെ പോയാലും നമുക്ക് അതിനെക്കുറിച്ച് പിന്നെ അറിവുകൾ നേടാൻ സാധിക്കും. പക്ഷെ അറിവ് നേടണമെങ്കിൽ നമ്മള് അറിവ് ഇനിയും വേണം എന്നൊരു തോന്നലുണ്ടാണ്. ചില ആൾക്കാർ പൂർണ്ണമായി ഇനി ഒന്നും ചെയ്യാനില്ല, കാരണം ഇനിയിപ്പോ അപ്ലൈനേക്കാളും വലുതായി. ഇനി നമുക്ക് വേണ്ടത് ഇത് എവിടെയെങ്കിലും കൊണ്ട് ശ്രദ്ധിക്കണം, ഇത് എവിടെയെങ്കിലും കൊണ്ട് പറയണം. അതിന് പോലെ ഡൗൺലൈൻ ഇല്ല പാവം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കുറെ ആൾക്കാരെ നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ അവധത്തിലൊന്നും പോയി ചാടരുത്. നിങ്ങൾക്ക് ഇനിയും പഠിക്കണം, ഇനിയും മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് ഞാൻ എല്ലാ ഹൈ പ്ലേയേഴ്സ് മീറ്റും കഴിയുന്നത്ര കേൾക്കാറുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാകുന്ന വെച്ചാൽ എനിക്ക് ഇങ്ങനെ ചിന്തിക്കാം, നല്ലതാണെന്ന് പറയുന്ന എത്രയോ അനുഭവങ്ങൾ എനിക്ക് ബിസിനസ് നമ്മുടെ ടീമിൽ നിന്ന്, നമ്മുടെ ലീഡേഴ്സ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എവിടുന്നെങ്കിലും നമുക്ക് എന്ത് കിട്ടും അത് നമുക്ക് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഇനിയും പോകാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കുക, യു നോ മോർ ദാൻ യു തിങ്ക് യു ഡു. നിങ്ങൾക്ക് അറിയാവുന്നതിന് നിങ്ങൾ വിശ്വസിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയാം. കൺഫ്യൂസ് ആകണ്ട. നിങ്ങളുടെ ലിമിറ്റേഷൻ നിങ്ങൾ വിശ്വസിക്കുന്നതല്ല. നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ ലിമിറ്റേഷൻസ് ഉയർത്താൻ സാധിക്കും. അത്രമാത്രം മനസ്സിലാക്കുക. യു ആർ എ മിറക്കിൾ വിച്ച് അട്രാക്ട്സ് മെനി. നിങ്ങൾ തന്നെ ഒരു അത്ഭുതമാണ്. നിങ്ങൾ ഒരു അത്ഭുതമാകുമ്പോൾ കൂടുതൽ അത്ഭുതങ്ങളെ നിങ്ങൾ അട്രാക്ട് ചെയ്യും. കൂടുതൽ ആൾക്കാർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകും. സോ നിങ്ങൾ തന്നെ ഒരു അത്ഭുതമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈ അത്ഭുതത്തില് നിങ്ങൾ ചെയ്യും തോറും, അത്ഭുതത്തിൽ നിൽക്കുമ്പോൾ തോറും നിങ്ങൾ കൂടുതൽ മിറക്കിൾസിനെ അട്രാക്ട് ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. സോ എവറിത്തിങ് യു ഡു ഇറ്റ് വിത്ത് പാഷൻ. എന്ത് കാര്യം നിങ്ങൾ ചെയ്താലും പാഷനേറ്റ് ആയിട്ട് ചെയ്യുക, അഭിനിവേശത്തോടു കൂടി ചെയ്യുക. ചെയ്യാൻ വേണ്ടി ചെയ്യരുത് ഒരു കാര്യം. വാച്ച് നോക്കി കാര്യങ്ങൾ ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ എനിക്കത്. ചെയ്യാൻ വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യരുത്, ഒരു പാഷനോട് കൂടി ചെയ്യുക. കാരണം വർക്കിംഗ് ഹാർഡ് ഫോർ സംതിങ് വി ഡോണ്ട് കെയർ അബൌട്ട് ഈസ് കോൾഡ് സ്ട്രെസ്. അതായത് പല ആൾക്കാർക്കും ബിസിനസ് ചെയ്തിട്ടും ഒക്കെ സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ജോലി ചെയ്തിട്ട് സ്ട്രെസ് ഉണ്ടായ ഒരു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞു, അത് എക്സ്ട്രീം ആയിരിക്കാം. ഞാൻ അതിന് സഹതപിക്കുകയാണ്. അതിന്റെ മാനേജർമാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് നടപടി എടുക്കുകയും വേണം. പക്ഷെ ചില ആൾക്കാരുണ്ട് 8 മണിക്കൂർ ജോലി ചെയ്ത് സ്ട്രെസ്ഡ് ആവുന്ന ആൾക്കാർ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ ജോലി അവരിഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയല്ല, അവർ വളരെ കഷ്ടപ്പെട്ടാണ് ജോലി ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയില് നമുക്ക് ഒരിക്കലും സ്ട്രെസ് ഉണ്ടാവത്തില്ല. നമ്മൾ എത്ര മണിക്കൂർ പോകുന്നത് നമുക്കറിയാം. നമ്മുടെ വീട്ടില് ഒരു കല്യാണം നടന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു എന്തെങ്കിലും തരത്തിലൊരു ഫംഗ്ഷൻ നടന്നാൽ, നമ്മൾ 1 ദിവസമോ 2 ദിവസമോ ചിലപ്പോൾ ഉറക്കളച്ചെന്ന് ഞാൻ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ അയലോക്കത്തെ വീട്ടിലൊരു കല്യാണത്തിന് പോയാൽ 11 മണിയാകുമ്പോൾ നമുക്ക് ഉറക്കം വരും. നമ്മൾ എങ്ങനെയെങ്കിലും വീട്ടിൽ പോകാൻ നോക്കും, അല്ലെ? ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷനാണ്, അല്ലെ? നമ്മൾ വേറൊരാളെ ഹോസ്പിറ്റലിൽ കാണാൻ പോയാല് നമുക്കൊരു ഒരു പരിചയമുള്ള ഒരാളെ, അത്ര അടുത്ത് പരിചയമുള്ള ആളാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ 1 മണിക്കൂർ 2 മണിക്കൂർ നീങ്ങും, നമ്മൾ മടുക്കും. പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ ആശുപത്രിയുടെ എത്ര മണിക്കൂർ മോശം സിറ്റുവേഷനിലാണെങ്കിലും നമ്മൾ നിൽക്കും. എന്തുകൊണ്ടാണ്? നമ്മുടെ ആവശ്യം വേറെയാണ്, അല്ലെ? ഇപ്പൊ നമ്മൾ സ്ട്രെസ് ഉണ്ടാകുന്ന എപ്പോഴാണ്? നമ്മളൊരു കാര്യം ഇഷ്ടമില്ലാതെ ചെയ്യുമ്പോൾ സ്ട്രെസ് ആവും. ഈ ബിസിനസ് ചെയ്ത് സ്ട്രെസ് ഉണ്ടാകുന്ന ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം. നിങ്ങൾ ഇതിനെ ഇഷ്ടപ്പെടുന്നില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ബിസിനസ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. അവിടെ ഈ ബിസിനസ് ചെയ്യുന്ന എന്നെ സംബന്ധിച്ച് ഒരു സ്ട്രെസ്സേ അല്ല.
കാരണം ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്റെ ജീവിതത്തില്. ഞാനൊരു ഒരു ഇത് എന്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിഷനായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് നോട്ട് എ സ്ട്രെസ് ഫോർ മീ. സോ വർക്കിംഗ് ഹാർഡ് ഫോർ സംതിങ് വി ലവ് ഈസ് കോൾഡ് പാഷൻ. നമ്മൾ സ്നേഹിക്കുന്ന എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പണിയെടുക്കുന്നതിന് പാഷൻ എന്ന് പറയും. നമ്മൾ സ്നേഹിക്കുന്ന എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പണിയെടുക്കുന്നതാണ് പാഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ തിരിച്ചറിയാം, സ്ട്രെസ് ഉണ്ടാകുന്നത് നമ്മൾ ഇഷ്ടമല്ലാതെ ചെയ്യുമ്പോൾ ആൾക്കാർ കളിയാക്കുന്ന സമയത്ത് ഇതെന്താ നിങ്ങൾ ചെയ്യുന്നത് ചോദിക്കുന്ന സമയത്ത് പല ആൾക്കാരും നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിന്റെ എസൻസ് മനസ്സിലാകാത്തതുകൊണ്ടാണ്. പാഷനേറ്റ് ആണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ലവ് വാട്ട് യു ഡു. നിങ്ങൾ ചെയ്യുന്ന എന്താണോ അതിനെ നിങ്ങൾ സ്നേഹിക്കുക. ആ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഏതെങ്കിലും ഒരു ലെവലിൽ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി അത് നിങ്ങളൊരു പാഷനായിട്ട് മാറും. ആ സമയത്തായിരിക്കും അത്ഭുതം സംഭവിക്കുക. അല്ലാതെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഇത്രയും പ്ലാൻ കാണിച്ചു, ഞാൻ ലിസ്റ്റ് എഴുതി നോക്കി 17 പേരെ പ്ലാൻ കാണിച്ചു, ഇന്ന് ഞാൻ 2 ഫോളോ അപ്പ് ചെയ്തു, എന്റെ ഡൗൺലൈൻസിന് അത് ചെയ്തു, ഫോൺ വിളിച്ചു, ഇതിനൊന്നും കണക്ക് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ചിലപ്പോ എത്ര സമയം നിങ്ങൾ നോക്കിയാലും ഞാൻ പറഞ്ഞില്ലേ, പാട്ടുപാടി മഴ പെയ്യിപ്പിച്ചിട്ടുണ്ട് യേശുദാസ്. അപ്പൊ പാട്ടുപാടി മഴ പെയ്യിപ്പിച്ചതാണോ അല്ലോ എന്ന് നമുക്കറിയില്ല. ഞാൻ അതിന് സാക്ഷിയാണ്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പുള്ളി പാട്ടുപാടി ഒരു വേനൽക്കാലത്ത് ഭയങ്കര വരൾച്ച സമയത്ത് മഴ പെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ഉണ്ട്. അപ്പൊ അത് ഞാൻ ചെറുതാണ്, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ്. ആ സമയത്ത് യേശുദാസിനോട് ദേവസ്വം കമ്മിറ്റിയുടെ ആള് വന്ന് 2 പേരെ മാല കൂടി പുള്ള കാര്യത്തിലോട്ട് എന്നിട്ട് ചോദിച്ചു എങ്ങനെയാണ് ഈ മഴ പെയ്ച്ചത്. പുള്ളി പറഞ്ഞു മഴ പെയ്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, മഴ പെയ്യുന്നവരെ പാട്ട് പാടുന്നുള്ള വിശ്വാസത്തിൽ ഞാൻ വന്നു. വളരെ കഴിഞ്ഞ് മഴ പെയ്തു. യേശുദാസ് പാടിയിട്ടാണ് മഴ പെയ്യുന്നത് നമുക്ക് ടെക്നിക്കലി വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ അദ്ദേഹം പറഞ്ഞു ഇപ്പോഴും എന്റെ കാതിലുണ്ട്, മഴ പെയ്യുന്നവരെ പാട്ട് പാടാനായിട്ട് ഞാൻ വന്നപ്പോ മഴ പെയ്തല്ലേ മതിയാവും. ആള് എങ്ങനെ വന്നു ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ അറ്റം കണ്ടിട്ട് വീട്ടിൽ കയറുമെന്ന് ഇറങ്ങിയാൽ അതിന്റെ അറ്റം കാണുന്നവർ നമുക്ക് പോകാൻ പറ്റും. പക്ഷെ അല്ലാതെ ദിവസവും സമയം വെച്ച് ഞാൻ 2 മണി ഇന്ന് അവന്റെ കൂടെ പോകണം, എന്നിട്ട് നീ അങ്ങ് വിട്ടോ ഞാൻ പറയാൻ വന്നേക്കാം, എന്നിട്ട് നമ്മൾ വീട്ടിൽ ഇരിക്കുക, നമ്മൾ അടുത്ത പണിക്ക് പോവാം. ഇങ്ങനെ പോകുന്നവർ എങ്ങനെ ഉണ്ടാവും, എവിടം വരെ എത്തും? നമ്മൾ ആലോചിച്ച് നോക്കുക. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഞാൻ ആരുടെ കൂടെയാണ് പേഴ്സണലി വർക്ക് ചെയ്യുന്ന സമയത്ത്, നീ വിട്ടോ ഞാൻ വന്നേക്കാം എന്നവരെ പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ പോരാനാണ് പറയുക. എന്തുകൊണ്ടാ? അതാണ് ശരിക്കും വിശ്വാസം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ചിലപ്പോൾ അപ്ലൈൻ ആയിട്ടുണ്ടാകും. ഞാൻ അപ്ലൈൻ ആകുന്ന സമയത്ത് നമ്മൾ ചില സമയത്ത് ഡിമാൻഡ് ചെയ്തിട്ട് മേടിക്കുന്നതല്ല, നമ്മളിലേക്ക് എത്തിച്ചേരേണ്ടതാണ് എഡിഫിക്കേഷൻ. നിങ്ങൾ മനസ്സിലാക്കാം. സോ മിറക്കിൾസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നു അതിനെ നമ്മൾ പാഷനേറ്റ് ആയിട്ട് ഏറ്റെടുക്കണം. അതിന്റെ പുറമെ ഒരു അഭിനിവേശത്തോടു കൂടി, ഏതെങ്കിലും ഒരു ഭ്രാന്തമായ അഭിനിവേശത്തോടി പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെയൊക്കെ അങ്ങനെ ഒരു പാഷനേറ്റ് ആയിട്ടൊരു കാര്യത്തിന്റെ പുറകെ, വളരെ വളരെ പാഷനേറ്റ് ഒരു കാര്യത്തിന്റെ പുറകെ പോയാൽ ദി എൻറ്റയർ യൂണിവേഴ്സ് വിൽ ബി വിത്ത് യു. ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ ഉണ്ടാവും. ഞാനോ നിങ്ങളോ സിസ്റ്റം ഒന്നും അല്ല, ഈ എൻറ്റയർ യൂണിവേഴ്സ്. നിങ്ങൾ പോലും അറിയാത്ത ആൾക്കാർ നിങ്ങളോ ഒന്ന് ചോദിച്ചു, നിങ്ങൾ പോലും അറിയാത്ത റിസൾട്ട്സ് നിങ്ങൾക്ക് ഒരു സമയത്തുണ്ടാവും. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ ഈ പറയാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി, ഞാൻ ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ശ്രമിക്കുക, വരുന്നില്ല. നിങ്ങൾ മനസ്സിലാകണം, നിങ്ങൾ ശ്രമിക്കുന്നില്ല, നിങ്ങൾ ഇതിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്തൊന്നും ഒരു എവിടുന്ന് വരുമെന്നൊന്നും എനിക്കറിയില്ല. ഇതിന് ലോജിക്കൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ പറയാൻ തുടങ്ങിയിട്ട് 5 വർഷമൊന്നുമില്ല, 21 വർഷമായി. 21 വർഷമായിട്ട് നടക്കാത്ത ആൾക്കാരുണ്ടാവും, കാരണം അവർ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. പക്ഷെ എന്നെ സംബന്ധിച്ച് നടക്കുന്നുണ്ട്, എനിക്കറിയാവുന്ന നിരവധി ആൾക്കാർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ അതെന്താ സംഭവിക്കുന്നത്? നമ്മൾ പാഷനേറ്റ് ആയിട്ട് അതിന്റെ പുറകെ പോകണം. നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം പറയാം ഞാൻ ഓണാണ്, ഞാനുണ്ട് ഇതിന്റെ പുറകെ, ഐ എം ഓൾവേസ് ഓൺ. ഞാൻ എപ്പോഴും ഉണ്ട്, ഞാൻ അതിന്റെ പുറകെ രണ്ടും കൽപ്പിച്ചിട്ടാണ്. ഐ എം ഓൾവേസ് പ്രിപ്പയർഡ്, ഞാൻ എപ്പോഴും പ്രിപ്പയർഡ് ആണ്. ഇറ്റ് ഈസ് എൻ ആറ്റിറ്റ്യൂഡ്, അതാണ് ഒരു ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ മനസ്സിലാക്കുക. അത് ഞാൻ എപ്പോഴും ഉണ്ട്, ഞാൻ എപ്പോഴും ഇതിന്റെ കൂടെ ഉണ്ട്. എന്നെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും കൗണ്ട് ചെയ്യാം. നമുക്ക് ശരിക്കും അങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ. ദാറ്റ് ഈസ് എൻ ആറ്റിറ്റ്യൂഡ്, അതൊരു ആറ്റിറ്റ്യൂഡാണ്. സോ ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇപ്പൊ കാണുന്ന സാധനങ്ങളൊന്നും അല്ല, കുറെ കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. ജീവിതത്തില് ഓരോ കാര്യം, ഇപ്പൊ ഞാൻ തന്നെ പറയാറുണ്ട്, ഞാനൊരു ബുക്ക് 22 വർഷം 23 വർഷം മുമ്പ് വായിച്ച മാജിക് ഓഫ് തിങ്കിങ് ബിഗ് ഈ അടുത്തിടയ്ക്ക് ഞാനെടുത്ത് ഒന്നുകൂടെ വായിച്ചു. ഞാൻ എനിക്കൊരു 6-7 പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് വായിച്ചു. ഈ അടുത്തിടയ്ക്ക് ഒന്നുകൂടെ വായിച്ചു. ഇപ്പൊ വായിക്കുമ്പോ എനിക്ക് വേറെ അർത്ഥങ്ങളാണ് അതിനകത്ത് മനസ്സിലാവുക. അത് നിങ്ങൾ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് അല്ല, അത് ബെന്യാമിന്റെ ഒരു കഥ എടുത്ത് വായിച്ചാലും ONVയുടെ ഒരു കവിത എടുത്ത് വായിച്ചാലും, കവിത വായിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അത് കുറെ കഴിയുമ്പോൾ അർത്ഥങ്ങൾ മാറുന്നുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിലെ മെച്യൂരിറ്റി, അതാണ് നമ്മുടെ ജീവിതത്തിലെ കുറച്ചുകൂടെ കാഴ്ചപ്പാടുകൾ മാറുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആണ്, നമ്മൾ എപ്പോഴും ഫോക്കസ്ഡ് ആണ്, നമ്മൾ എപ്പോഴും ഓൺ ആണ്, നമ്മൾ ഡൗൺ അല്ല, നമ്മൾ എപ്പോഴും ഓൺ ആണ്. സോ നിങ്ങൾ ഇതാണ് നിങ്ങളെ യൂണിവേഴ്സൽ ഫോഴ്സുമായിട്ട് അലൈൻ ചെയ്യാനുള്ള ഏക മാർഗം. അതുമായിട്ട് അലൈൻ ചെയ്യുക. യു വിൽ എക്സ്പെക്ട്, യു വിൽ റിയലൈസ് ദാറ്റ് മിറക്കിൾസ് ഈസ് ഹാപ്പനിങ് വിത്ത് യു. നിങ്ങളിൽ മിറക്കിൾസ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കും. സോ യു ആർ സമൺ ബിറ്റ്വീൻ എ ഡ്രീം ആൻഡ് എ മിറക്കിൾ. നിങ്ങൾ ശരിക്കും പറഞ്ഞാല് ഒരു മിറക്കിളിനും ഒരു ഡ്രീമിനും ഇടയിലുള്ള ഡ്രീമാണ്. ആ ഡ്രീമിൽ നിന്ന് നിങ്ങളെ ആ ഡ്രീമിലേക്ക് എത്തിക്കാനാണ് നിങ്ങളെ ഈ അത്ഭുതങ്ങള്, അതിശയങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുന്നത് മിറക്കിൾസ് സാധിക്കുന്നത്. സോ ഗ്രേറ്റ്ഫുൾ ഹാർട്ട്, അതാണ് ആദ്യം വേണ്ടത്. അതിന് വേണ്ട പ്രിപ്പറേഷൻ എന്താണ്? നിങ്ങൾക്ക് എല്ലാത്തിനോടും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും.
നമ്മൾ പല ആൾക്കാരും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. നമ്മൾ ബിസിനസ്സിനകത്തും ടീമിനകത്തും അല്ലെങ്കിൽ ചുറ്റുമുള്ള പല സ്ഥലത്തും ഒക്കെ ചില ആൾക്കാർ ചില ലെവലിൽ എത്തുമ്പോൾ അവരെങ്ങനെയാ വന്നെന്നുള്ളത് മറക്കും. അവര് ചിലപ്പോൾ ജീവിതത്തിൽ ഈ ബിസിനസ്സിൽ തന്നെ എത്രയോ ആൾക്കാർ അവർ ശരിക്കും വന്ന വഴി മറക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അവരെങ്ങനെയാ അവർ വന്ന സമയത്ത് എഴുന്നേറ്റ് സംസാരിക്കാനോ ഡയറക്ട് സെല്ലിങ്ങോ അല്ലെങ്കിൽ ഹെൽത്തോ വെൽനസോ ഒന്നും അറിയില്ല. അവരെ അപ്ലയൻസ് ആയിരിക്കും അവരെ ടീച്ച് ചെയ്ത്, സിസ്റ്റം ആയിരിക്കും അവരെ ടീച്ച് ചെയ്ത്. കുറെ കഴിയുമ്പോൾ അവർ സിസ്റ്റത്തിനൊക്കെ എല്ലാം വലുതാവും. പിന്നെ എന്ത് ചെയ്യാം, ഞാനാണ് ഇതെല്ലാം. നിങ്ങൾ ശരിക്കും സിസ്റ്റം ഇങ്ങനെ അല്ല ചെയ്യേണ്ടത്. ഞാൻ ഒരു 10-15 യൂട്യൂബ് വീഡിയോസ് കണ്ടു. ഒരു 14 ലീഡേഴ്സിനെ ഫോളോ അപ്പ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. പാവങ്ങള് അവർക്ക് അറിയാൻ വയ്യാത്ത കാര്യമാണ്. അവര് ശരിക്കും പറഞ്ഞാൽ എവിടുന്നാ വന്നത്, അവർക്ക് കപ്പാസിറ്റി ഉള്ള അത്രയല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം വേണ്ടത് എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം എ ഗ്രേറ്റ്ഫുൾ ഹാർട്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിങ്ങൾക്ക് ജീവിതത്തിൽ മിറക്കിൾസ് സംഭവിക്കണമെങ്കിൽ പണിയെടുത്തുകൊണ്ട് മാത്രം മിറക്കിൾസ് സംഭവിക്കുകയല്ല. യു ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ടു എവറിത്തിങ് വിച്ച് ഹസ് ഹാപ്പൻഡ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ചുറ്റും നടന്ന എല്ലാ കാര്യങ്ങൾക്കും, നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങൾക്കും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഒരു പക്ഷേ ഡൗൺ ആയ സമയത്ത് ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്. 22 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ദിവസം ഡയറക്ട് സെല്ലിംഗ് നിർത്തി രാത്രി ഫോൺ ഓഫ് ചെയ്ത് കിടന്നുറങ്ങിയത്. ഫോൺ ഓഫ് ചെയ്ത് കിടന്നുറങ്ങി. ആര് വിളിച്ചാലും എടുക്കരുതെന്ന് പറഞ്ഞു. എന്റെ അപ്ലൈൻ എങ്ങനെയോ ഒരു ടെലിപ്പതി പോലെ അന്ന് രാത്രി വിളിച്ചു, വൈഫിനെ വിളിച്ചു. അതെ മനോജ് എന്ത് ചെയ്യുന്നു, മനോജ് ഉറങ്ങി, ഒന്ന് വിളിച്ച് വിളിക്കരുതെന്നാ പറഞ്ഞു. അത്യാവശ്യം വിളിക്കുക, എനിക്ക് ഞാനാ വിളിക്കുന്നത്, ആര് വിളിച്ചാലും കൊടുക്കണ്ടെന്നാ പറയുന്നത്. ഞാനല്ലേ പറഞ്ഞു വിളിക്കാൻ, ഞങ്ങൾ പാവം പേടിച്ച് വിളിച്ചു. പക്ഷെ ആ ഒരൊറ്റ ഫോൺ കോളിൽ നിന്നാണ് ഞാൻ പിന്നെ ഡയറക്ട് സെല്ലിങ് തുടങ്ങി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇന്നും ഞങ്ങൾ തമ്മിൽ പിന്നെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ ഇന്നും എന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യമാണ് ഈ ഡയറക്ട് സെല്ലിങ്ങിൽ എന്നെ കൊണ്ടുവന്ന ഒരു ഒറ്റ ഫോൺ കോളാണ്. പക്ഷെ പല ആൾക്കാർക്ക് എന്താ അറിയാം, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അപ്ലൈൻ പ്രവർത്തിച്ചില്ലെങ്കിൽ ഡൗൺലൈൻ പ്രവർത്തിച്ചില്ലെങ്കിൽ ദേഷ്യമാണ്, വൈരാഗ്യമാണ്. ആരോടെ ദേഷ്യപ്പെടുന്നത്, എന്തിനാ വൈരാഗ്യപ്പെടുന്നത്? വഴി നടക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് എത്രയോ ആൾക്കാർ മരിക്കുന്നു. നിങ്ങൾ ഇന്ന് പോയാലും മരിച്ചാല് നിങ്ങൾ എന്തിനാ ഒരു ദേഷ്യമായിട്ട് മരിക്കുന്നത്, എന്തിനാ പകയായിട്ട് മരിക്കുന്നത്, എന്തിനാ ഞാൻ കാണിച്ചു കൊടുക്കാം. എന്നിട്ട് കാണിച്ചു കൊടുക്കാൻ ജഗതി സിനിമയ്ക്കകത്ത് ഇങ്ങനെ കുറെ നേരം വൈബ്രന്റ് ആയിട്ട് നിങ്ങൾ വീട്ടിൽ പോയി കിടന്നുറങ്ങും. ഇതാണ് കാണിച്ചു കൊടുക്കാനുള്ളതും പറയാറില്ല. അത് ആദ്യം മനസ്സിലാക്കാം. അവർ പോയി കാണിക്കുകയാണ് ചെയ്യുക. സോ ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ മിറക്കിൾസ് സംഭവിക്കണമെങ്കിൽ ഒരു ഗ്രേറ്റ്ഫുൾ ഹാർട്ട് വേണം. മിറക്കിൾസ് എന്ന് പറഞ്ഞാൽ ഭാഗ്യമൊന്നും അല്ല, ചിലർക്ക് മാത്രം സംഭവിക്കുന്ന അല്ല മിറക്കിൾസ്. ലക്ക് എന്ന് പറഞ്ഞാൽ ചിലർക്ക് മാത്രം ഉണ്ടാകുന്നത് നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ പറയാം. പക്ഷെ ഇതങ്ങനെയല്ല. ഇറ്റ് ഈസ് നോട്ട് എ ലക്ക്, ഇറ്റ് ഈസ് വാട്ട് ഹാസ് ഹാപ്പൻ ടു യു. നിങ്ങളുടെ ജീവിതത്തിൽ ഓൾറെഡി സംഭവിച്ചതാണ് അത്. ഇനിയും നിങ്ങൾക്ക് ഡിസേർവിംഗ് ആണെങ്കിൽ ഇനിയും സംഭവിക്കും. ജീവിതത്തിൽ പലരും പറയാറുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, വളരെ സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ് ഞാൻ നടത്തിയിരുന്നു, പക്ഷെ ഇപ്പൊ അൺഫോർച്ചുനേറ്റ്ലി എന്റെ ബിസിനസ് തകർന്നിരിക്കുകയാണെന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, പല ആൾക്കാരും മിറക്കിൾസിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ അവർക്ക് ഇനി അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അത് വെറുതെ തോന്നലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഡിസേർവിംഗ് ആണെങ്കിൽ, നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങളെല്ലാം തുറന്നിട്ടാൽ അത് ഇനിയും സംഭവിക്കുന്നുണ്ടാവും. നിങ്ങൾ പോലും ചിന്തിക്കാത്ത ലെവലിലേക്ക് സംഭവിക്കുന്നുണ്ടാവും. സോ ഏൺ ഇറ്റ്, അത് ഏൺ ചെയ്യുക. അതിനെക്കുറിച്ച് നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യാം. സോ ഞാൻ ഈ പറയാൻ പോകുന്ന സ്റ്റോറി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജീവിതത്തിൽ മിറക്കിൾസ് എങ്ങനെ സംഭവിക്കുമെന്ന് മനസ്സിലാവും. ദിസ് ഗൈ വാസ് ബോൺ ഇൻ 1971 സെപ്റ്റംബർ 18. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഈ സ്റ്റോറി പറയുന്ന വ്യക്തി നിങ്ങൾ ഇന്ന് അദ്ദേഹം ശരിക്കും പറഞ്ഞാല് ഒരു മേ ബി യു ക്യാൻ സേ ഒരു കുറ്റവാളിയായിട്ട് ആരോപിതനായ ഒരു വ്യക്തിയാണ്, തെളിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സ്റ്റോറിക്കകത്ത് നന്മയുള്ളതുകൊണ്ട് മാത്രമാണ് ഈ സ്റ്റോറി ഞാൻ പറയുന്നത്. 1971 ജനിച്ചത് അദ്ദേഹം. He was a swimmer and won the state first in 1500 freestyle at the age of 12. 12ാമത്തെ വയസ്സിൽ അദ്ദേഹം സ്വിമ്മിങ്ങിന് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടി. 13ാമത്തെ വയസ്സിൽ ഈ സോയ പോസ്റ്റൽ ജൂനിയർ ട്രയത്തലൺ എന്ന് പറഞ്ഞാൽ സൈക്കിളാണ്. ഇപ്പൊ ട്രയത്തലൺ എന്ന് പറഞ്ഞാൽ സൈക്കിള് അദ്ദേഹം സ്വിമ്മിങ്ങിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്ലിങ്ങിനെ കുറിച്ച് ഒരു പോസ്റ്റർ കണ്ടു. 13ാമത്തെ വയസ്സിൽ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് പിന്നെ എനിക്ക് അദ്ദേഹം സൈക്കിൾ ചെയ്യണമെന്ന് ആവശ്യത്തോടുകൂടി സൈക്കിളിന് പോയി ട്രയാത്ലീറ്റ് ആയി അദ്ദേഹം. അതായത് സ്വിമ്മിങ് കരിയർ വിട്ടിട്ട് 16ാമത്തെ വയസ്സിൽ അദ്ദേഹം സൈക്ലിങ്ങിന് പോയി. 19ാമത്തെ വയസ്സാകുന്ന സമയത്ത് പല സീനിയേഴ്സിനെ അവരെ തോൽപ്പിച്ച് പുള്ളി ഒത്തിരി അവാർഡുകളൊക്കെ മേടിച്ചു. അദ്ദേഹം മോട്ടറോളയുടെ സൈക്ലിംഗ് ടീമിൽ ചേർന്നു. 1993 വേൾഡ് റോഡ് റേസ് ചാമ്പ്യൻഷിപ്പ് നോർവേയിൽ നടന്ന സമയത്ത് അദ്ദേഹത്തിന് ഫസ്റ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ടൂർ ദെ ഫ്രാൻസ് കോമ്പറ്റീഷൻ, ലോകത്തിലെ ഏറ്റവും വലിയ സൈക്ലിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നത് ടൂർ ദെ ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ടാണ്. ഏറ്റവും ദുർഘടമായ അവസ്ഥയിൽ 2000-ലധികം കിലോമീറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും കിലോമീറ്റർ, അതായത് 3714 കിലോമീറ്റർ, 2308 മൈൽസ് ആണ്. 20 സ്റ്റേജിൽ കൂടിയാണ് ഈ ടൂർ ദെ ഫ്രാൻസ് എന്നുള്ള കോമ്പറ്റീഷൻ നടക്കുന്നത്. അതായത് 3714 കിലോമീറ്റർ എന്ന് പറഞ്ഞാല് കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം കൽക്കട്ട വരെയുള്ള ദൂരമാണ്. അതിൽ കൂടുതലുണ്ടാകും. അതും 20 വളരെ ദുർഘടമായ മലമ്പാതകളും അതുപോലെ തന്നെ വെള്ളത്തിനിടയിൽ കൂടി ഒക്കെ തന്നെ കാടിനകത്തൂടെ ഒക്കെ പോകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അത് ലോകത്തിലെ ഏറ്റവും
പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഏറ്റവും ദുർഘടമായിട്ടുള്ള സൈക്ലിംഗ് കോമ്പറ്റീഷൻ ആണ്. ഹി വാസ് ദ ഫസ്റ്റ് ഇൻ വൺ സ്റ്റേജ് ആൻഡ് റിട്ടയർഡ് ആഫ്റ്റർ 12 സ്റ്റേജ്. അതായത് 97ാമത്തെ പൊസിഷൻ. പുള്ളി ആദ്യത്തെ സ്റ്റേജ് ഫസ്റ്റ് 20 സ്റ്റേജ് ഉണ്ട്. 12ാമത്തെ സ്റ്റേജിൽ കൂടുതൽ പുള്ളിക്ക് പോകാൻ പറ്റിയില്ല. പുള്ളി റിട്ടയർ ആയി. ഞാൻ പുള്ളിക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. 97ാമത്തെ പൊസിഷനിലാണ് പുള്ളി. ഒന്നാമത്തെ സ്റ്റേജ് ഫസ്റ്റ് കിട്ടിയെങ്കിലും പിന്നെ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ പുള്ളി പുറകോട്ട് പോയി. 12ാമത്തെ സ്റ്റേജ് ആയപ്പോൾ ആൾക്ക് പിന്നെ അങ്ങോട്ട് 8 സ്റ്റേജ് വരെ പോകാനുള്ള സ്റ്റാമിന ഇല്ല. പുള്ളി റിട്ടയർ ആയി. പക്ഷെ അദ്ദേഹത്തിന് അന്നൊരു സ്വപ്നം ഉണ്ടായി, ഞാൻ എന്തെങ്കിലും ടൂർ ദെ ഫ്രാൻസ് എന്നുള്ള ടൈറ്റിലാണ് ഏറ്റവും ദുർഘടമായുള്ള സംഭവമാണ്, അത് നേടും എന്നൊരു വലിയ ഇതായി. അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അതിനിടയ്ക്ക് ഇത് 93ലാണ്, 4 വർഷത്തിൽ ഒരിക്കലാണ് സംഭവിക്കുക. 96 ഇടയ്ക്ക് പുള്ളി ഒത്തിരി മെഡൽസ് ഒക്കെ ചെയ്യാൻ സാധിച്ചു, വൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ 2, 1996 25 വയസ്സായപ്പോൾ അദ്ദേഹത്തിന് ടെസ്റ്റിക്കുലാർ ക്യാൻസർ വന്നു. സൈക്കിൾ ചവിട്ടണമെങ്കിൽ ടെസ്റ്റിക്കുലാർ ക്യാൻസർ വന്നാൽ തന്നെ അറിയാം അത് ടെസ്റ്റിക്കുലാർ ക്യാൻസർ വന്ന് എന്തായിരിക്കും എന്നൊക്കെ അറിയാം. 25ാമത്തെ വയസ്സിൽ ടെസ്റ്റിക്കുലാർ ക്യാൻസറായി. അത് 3ാമത്തെ സ്റ്റേജ് എത്തിയപ്പോഴാണ് കണ്ടുപിടിച്ചത്. ഈ ക്യാൻസർ അന്നേരം തന്നെ ലിംഫ് നോഡ്സും ലങ്സും ബ്രെയിനിലും അബ്ഡോമനിലും ഒക്കെ തന്നെ പതുക്കെ സ്പ്രെഡ് ആകാൻ തുടങ്ങിയിട്ടുണ്ടാവും. സൈക്കിൾ ഓടണമെങ്കിൽ ലിംഫാറ്റിക് നെർവ്സും പ്രത്യേകിച്ചും ലങ്സിനൊക്കെ എന്തുമാത്രം കപ്പാസിറ്റി വേണമെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ എന്ത് സംഭവിച്ചു? ആസ് യൂഷ്വൽ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളൊക്കെ പൊലിഞ്ഞു പോയി. സോ അദ്ദേഹത്തിന്റെ സിംറ്റംസ് തലവേദന, കാഴ്ചക്ക് മങ്ങലുണ്ടാവുക, ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് വൊമിറ്റ് ചെയ്യുക, സോളൻ ടെസ്റ്റിക്കിൾസ്, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന് വളരെ പ്രശ്നമായി. 3ാമത്തെ അതായത് 2ാം തീയതി കണ്ടുപിടിച്ചു അദ്ദേഹം ക്യാൻസർ ആണ്. 3ാം തീയതി അതായത് നെക്സ്റ്റ് ഡേ ടെസ്റ്റിക്കിൾസ് റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 0 ആയിരുന്നു. അദ്ദേഹം സർവൈവ് ചെയ്യുമെന്ന് പോലും ആരും വിശ്വസിച്ചില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞു 20 to 50% പോവും നിങ്ങൾ കൊണ്ട് ജീവിക്കാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഡോക്ടർക്ക് അറിയാം ഇങ്ങനെ മരിച്ചു പോകുന്നു. പക്ഷെ ഇങ്ങനെ ജീവിക്കാനായിട്ട് 20 മുതൽ 50% വരെ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പുള്ളിയോട് കള്ളം പറഞ്ഞു. അങ്ങനെ ജീവിപ്പിക്കാൻ വേണ്ടി, എലൈവായിട്ട് നിർത്താൻ വേണ്ടി പറഞ്ഞു. സോ ഹി വാസ് റിയലി ഡിസപ്പോയിന്റഡ്. അത് ചിലപ്പോൾ 50% ചാൻസ് ജീവിക്കാനാണ്. സൈക്കിളൊക്കെ വിട്ടു, ജീവിക്കാനുള്ള ചാൻസ് അത്രേ ഉള്ളൂ എന്നാണ് പുള്ളി ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിപ്പോയി. ഡിസപ്പോയിന്റഡ് ആയ സമയത്ത് എന്ത് സംഭവിച്ചത്? ഡിസപ്പോയിന്റഡ് ആയി. അദ്ദേഹത്തിന്റെ ആ സമയത്ത് അദ്ദേഹം ആശുപത്രി കിടന്നപ്പോൾ അദ്ദേഹത്തിന്റെ കോച്ച് അദ്ദേഹത്തിനെ കാണാൻ വന്നു. റീഫ് തോംസ് ആണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിനെ കാണാൻ വന്നു. അദ്ദേഹത്തിനെ കാണാൻ വന്ന സമയത്ത് ഇങ്ങനെ വളരെ ഡീമോട്ടിവേറ്റ് ആയിട്ടിരിക്കുകയാണ്. കാരണം എല്ലാം നശിച്ചു, ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ചോദിച്ചു, ഡു യു ബിലീവ് ഇൻ മിറക്കിൾസ്? നിങ്ങൾ എന്താ പറയുക, അതിശയങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ, മിറക്കിൾസ് വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ അതൊന്നും കാര്യമില്ല. പക്ഷെ പിന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ മിറക്കിൾസ് വിശ്വസിക്കുക, നീ വിഷ്വലൈസ് ചെയ്യേ, എന്താ പറയുക, ടൂർ ദെ ഫ്രാൻസ് ടൈറ്റിൽ നീ വിൻ ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ആദ്യം അദ്ദേഹം പറയാം ഏറ്റെടുക്കാൻ പോലും തയ്യാറായില്ല. കാരണം എന്റെ ലങ്സിന് കപ്പാസിറ്റി കുറഞ്ഞു, ബ്രെയിനിനെ എഫക്ട് ചെയ്തു, ടെസ്റ്റിക്കിൾസ് റിമൂവ് ചെയ്തു, ഞാൻ എങ്ങനെ ഇനി ടൂർ ദെ ഫ്രാൻസ് അതിനെക്കുറിച്ച് സ്വപ്നം പോലും കാണാൻ തയ്യാറായില്ല. അദ്ദേഹം ആലോചിച്ച് 3714 കിലോമീറ്റർ, ഒരു നോർമലി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് പോലും അത് 5 സ്റ്റേജ് കഴിയുമ്പോൾ നിർത്തിപ്പോകുന്ന സമയത്ത് ഈ 20 സ്റ്റേജ് എങ്ങനെ ചെയ്യുമെന്ന് അറിയില്ല. സോ അന്നേരം അദ്ദേഹം പിന്നെ പറഞ്ഞ് അവസാനം ലാസ്റ്റ് ഒരു തീരുമാനം എടുത്തു, ഞാൻ എന്റെ മെന്ററെ അങ്ങ് വിശ്വസിക്കാൻ പറ്റും, റീഫ് തോംസിനെ വിശ്വസിക്കാവുന്ന 100% വിശ്വസിച്ചിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ടൂർ ദെ ഫ്രാൻസിന്റെ കപ്പ് അദ്ദേഹം ആ ഫിനിഷിംഗ് പോയിന്റിൽ മേടിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ അപ്ലയൻസും മെന്റേഴ്സും നിങ്ങളോട് പലതും പറയുന്നുണ്ടാവും. നിങ്ങൾ രാവിലെ വിശ്വസിക്കും, ഉച്ച പിന്നെ അയാൾക്ക് ഈ ബിസിനസ് കൊണ്ടുവരാൻ വേണ്ടി പറയുന്ന, നിങ്ങൾ പല ആൾക്കാരും വിശ്വസിക്കുന്നത് അപ്ലൈൻ ബിസിനസ് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ പരാജയത്തിന്റെ തുടക്കം. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേറൊരു വഴികാട്ടിയായിട്ട് പ്രവർത്തിക്കുന്ന ആൾ പറഞ്ഞതാണെന്ന് വിശ്വസിക്കാൻ എത്ര പേര് തയ്യാർ? അങ്ങേർക്ക് അത്രയും വിദ്യാഭ്യാസം ഇല്ലെന്ന്, അങ്ങനെ ചെയ്തിട്ടില്ല, പയ്യനല്ലേ, അവൻ ചെറുതല്ലേ, ഇതൊക്കെയാണ് പല ആൾക്കാർ വിശ്വസിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെക്കാളും വിദ്യാഭ്യാസമോ പ്രായമോ കഴിവോ കുറഞ്ഞതോ കൂടിയതോ ആൾക്കാരെ നിങ്ങൾ ഉപദേശിക്കാൻ ഒരാളുണ്ട്, നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുന്നുണ്ട് 100% വിശ്വസിച്ചാൽ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹം ഈ വിശ്വാസം തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ബോഡി പ്രതികരിക്കാൻ തുടങ്ങി, ഈ മരുന്നുകളോട് പ്രതികരിക്കാൻ തുടങ്ങി. അവിടുന്ന് ഇന്ത്യാന യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജിലേക്ക് പുള്ളിയെ ഷിഫ്റ്റ് ചെയ്തു, ബ്രെയിൻ സർജറി ചെയ്തു, കീമോതെറാപ്പി ചെയ്തു. ലാസ്റ്റ് കീമോ December 13, 1996 അദ്ദേഹത്തിന് ചെയ്ത്. അത് കഴിഞ്ഞ് അദ്ദേഹം എല്ലാ ദിവസവും വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം December 13 കീമോ ചെയ്ത്, ലാസ്റ്റ് കീമോ ചെയ്ത ആള് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. മെയ് 1997 പിന്നെ 4 മാസം കഴിഞ്ഞപ്പോൾ 5ാമത്തെ മാസം ആള് ടൂർ ദെ ഫ്രാൻസിന്റെ ട്രെയിനിങ് ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പോയി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നോർമലി കീമോ കഴിഞ്ഞ് ഇത്രയും വലിയ ബ്രെയിൻ സർജറിയും കഴിഞ്ഞ ആള് 2 വർഷത്തേക്ക്, നമ്മുടെ വീട്ടില് പനി വന്ന ആൾക്കാര് പനി വന്നിട്ട് 3 ദിവസം ചുമച്ചിട്ട് 15 ദിവസം കഴിഞ്ഞിട്ടാ പിന്നെ ഫോൺ എടുക്കുന്നത്. അതാണ് നമ്മുടെ അവസ്ഥ. കാരണം നമുക്ക് അത്രേ ഉള്ളൂ ജീവിതത്തിലെ സ്വപ്നങ്ങളും, ജീവിതത്തിൽ അത്രേ തീരുമാനമുള്ളൂ. പനി വന്നിട്ട് നിങ്ങൾ എത്ര ദിവസം വെറുതെ വീട്ടിരുന്നു? വേണമെങ്കിൽ പുറത്തു പോവാം. നടുവേദന വന്നിട്ട്
അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ, അല്ലെ ആരെങ്കിലും മരിച്ചു എന്ന് കേട്ടിട്ട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന എത്രയോ ആൾക്കാരെ നിങ്ങൾക്ക് അറിയാം. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അച്ഛൻ മരിച്ചു, പിറ്റേ ദിവസം അദ്ദേഹം വേൾഡ് കപ്പ് കളിക്കാൻ പോയി. എന്തുകൊണ്ടാ? അച്ഛനോടുള്ള ഒരു ട്രിബ്യൂട്ടായിരുന്നു. അതൊക്കെ നമുക്ക് കഥയെ പറയാം, നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അറിയാം നാട്ടുകാരെന്ത് പറയും. നാട്ടുകാരെ നോക്കിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലല്ലോ. ഈ വ്യക്തി അങ്ങനെ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ തുടങ്ങി, അദ്ദേഹത്തിന്റെ ബോഡി ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ പതുക്കെ 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 മെഡിക്കൽ സയൻസിന് പോലും പ്രവചിക്കാൻ പറ്റാത്ത, അല്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആള് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹത്തിന്റെ പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അദ്ദേഹം പറയുന്നത്, ദാറ്റ് വാസ് ഓൺലി ബിക്കോസ് ഓഫ് ദ വിഷ്വലൈസേഷൻ വിച്ച് ഐ വാസ് ഡൺ ഫോഴ്സ്ഫുള്ളി ബൈ മൈ മെന്റർ. എന്റെ മെന്റർ, എന്റെ ഗുരു ഫോഴ്സ്ഫുള്ളി എന്നെ കൊണ്ട് ചെയ്ത വിഷ്വലൈസേഷന്റെ മാജിക് ആണ് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അദ്ദേഹം 1998 ആ 20 സ്റ്റേജും കംപ്ലീറ്റ് ചെയ്തിട്ട് ടൂർ ദെ ഫ്രാൻസിന്റെ വിന്നറായി. അദ്ദേഹത്തിന്റെ അടുത്ത ടൈമിൽ 99 ടൂർ ദെ ഫ്രാൻസിന്റെ വിന്നറായി. ടൂർ ദെ ഫ്രാൻസിന് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അടയാളപ്പെടുത്തിയിട്ടുള്ള പേര് ഇദ്ദേഹത്തിനാണ്. ക്യാൻസർ വന്ന് ലങ്സിനെ വരെ അഫക്ട് ചെയ്ത ഒരു വ്യക്തി, ടെസ്റ്റിക്കിൾസ് റിമൂവ് ചെയ്ത് ബ്രെയിൻ സർജറി നടത്തിയ വ്യക്തി, ഒരിക്കലും ടൂർ ദെ ഫ്രാൻസിന്റെ 5 സ്റ്റേജ് കടന്നു പോകുമെന്ന് വിചാരിച്ചല്ല, 20 സ്റ്റേജും കഴിഞ്ഞ് ഫസ്റ്റ് ആയിട്ട് വിൻ ചെയ്യുന്ന മനസ്സിലാക്കുക. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് അത് എല്ലാ വർഷവും ഉണ്ട് കേട്ടോ, സോറി എന്റെ മിസ്റ്റേക്ക് ആണ്. ടൂർ ദെ ഫ്രാൻസ് 7 വർഷം 1999 മുതൽ 7 വർഷം അടുപ്പിച്ച് 2006 വരെ ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ആ ടൂർ ദെ ഫ്രാൻസിന്റെ വിന്നറായിട്ട് മാറിയത് ഈ ക്യാൻസർ സർവൈവർ ആയിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, 7 വർഷം അടുപ്പിച്ച് ടൂർ ദെ ഫ്രാൻസ് ലോകത്ത് ആരും വിൻ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ പേര് ലാൻസ് ആംസ്ട്രോങ് എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് ഇന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ചില നെഗറ്റീവ് റിമാർക്സ് ഉണ്ടാവും. അദ്ദേഹത്തിന് ഒരു ഡ്രഗ് ട്രാഫിക്കിങ്ങിൽ പുള്ളി പെട്ടുപോയി. പുള്ളി അറിഞ്ഞിട്ടല്ല എന്നാണ് വാദിക്കുന്നത്. ഇതുവരെ പുള്ളി ശിക്ഷിച്ചിട്ടൊന്നുമില്ല. പക്ഷെ സ്റ്റിൽ അതൊക്കെ രണ്ടാമത്തെ കഥയാണ്. ഞാൻ പറയുന്നത് അതൊക്കെ വിടും. അതായത് ആ സ്റ്റോറി നിങ്ങൾ നോക്കണ്ട. ഈ സ്റ്റോറി നോക്കിയാൽ ഇപ്പോഴും ഇൻസ്പയറിംഗ് ആണ്. അതായത് ക്യാൻസർ വന്ന് ഇവിടെ ചില ആൾക്കാർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു എങ്ങും പോകരുത്. ഈ ഡോക്ടർ എന്നോട് പറഞ്ഞു പോകരുത്. ഇപ്പൊ എന്റെ നടുവിന് ചെറിയ പ്രശ്നമുണ്ട്, ഡോക്ടർ പറഞ്ഞു ചെയ്യരുത്. ഞാൻ എക്സസൈസ് ഇന്നും ചെയ്തിട്ടിരിക്കുന്ന ആളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് പറ്റാവുന്ന എക്സസൈസ് ഞാൻ കണ്ടുപിടിച്ച് ചെയ്യുന്നു. ഡോക്ടർക്ക് പറയും ചെയ്യേണ്ടത്, ഡോക്ടർക്ക് അത് മതി. പക്ഷെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഡോക്ടറെ ധിക്കരിക്കാന്നല്ല ഞാൻ പറഞ്ഞു. നമ്മൾക്ക് നമ്മുടെ ജീവിതം തീരുമാനിക്കുന്ന ഡോക്ടറല്ല. എന്റെ 2 ഡിസ്കും തെന്നിയ സമയത്ത് ഡോക്ടർമാർ പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ ഞാനിപ്പോ പാരാലിസിസ് വരേണ്ട 10 വർഷം പാരാലിസിസ് വന്ന് കിടക്കണ്ട. യാത്ര ചെയ്യരുത്, കാർ ഓടിക്കരുത് എന്നൊക്കെയാ പറഞ്ഞു. എനിക്ക് തോന്നുന്നു 8 ലക്ഷം കിലോമീറ്റർ ഞാൻ കാർ ഓടിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലേ ഉള്ളൂ. എത്രയോ യാത്ര ചെയ്തിട്ടുണ്ട്, എത്രയോ മണിക്കൂർ നിന്ന് സംസാരിച്ചിട്ടുണ്ട്, എത്രയോ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല. ഇന്നും എന്റെ 2 ഡിസ്ക് തെറ്റി തന്നെ ഇരിക്കുന്നു, അല്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷെ അതിന്റെ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടതാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ എവിടെ ചെയ്യണം എന്നുള്ളത്. നമ്മുടെ മനസ്സിനെ നമ്മൾ ഭാഗപ്പെടുത്താതെ ഈ മരുന്ന് കൊണ്ട് ജീവിതത്തിൽ ഒരു സാധനം മാറില്ല എന്നുള്ളത് മനസ്സിലാക്കാം. മനസ്സിന്റെ ശക്തി കൊണ്ടാണ് ജീവിതത്തിൽ എന്ത് കാര്യം ഉണ്ടാകുന്നത് മനസ്സിലാക്കാം. ജീവിതം നിർത്തി പോകരുത്. ഈ ബിസിനസ് തന്നെ ഒരു അതിശയമാണ്. ഇതിനകത്ത് നടക്കാൻ പോകുന്നതല്ല അതിശയമാണ്. അതിന് ഫെയ്ത്ത് ഉണ്ടാവണം. മൂവ് ഫോർവേഡ്. നിങ്ങൾ മുന്നോട്ട് നടക്കണം. നിങ്ങളുടെ ശരിക്കും നടക്കുന്നവരെ നിങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരിക്കണം. അത് മാത്രമേ നിങ്ങൾ പറയാനുള്ളൂ. എപ്പോഴും സംഭവിക്കാം. ബി പ്രിപ്പയർഡ്. അതിന് ആദ്യം വേണ്ട ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുക. 2 ഹാർഡ് വർക്ക്. 3 വിശ്വാസം, ഫെയ്ത്ത്. ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രം നടക്കുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ പാഷനേറ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രം നടക്കുള്ളൂ. സോ ജസ്റ്റ് ഗെറ്റ് എക്സൈറ്റഡ് ആസ് ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നൗ. ഇപ്പൊ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് കൂടെ പോവുക. സോ വാട്ട് ഈസ് യുവർ പാഷൻ? അത് കണ്ടുപിടിക്കുക. നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള എന്താണ് അത് കണ്ടുപിടിക്കുക. പാഷനേറ്റ് അബൌട്ട് യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ. ഐ എം പാഷനേറ്റ് അബൌട്ട് മൈ ബ്രൈറ്റ് ഫ്യൂച്ചർ. എന്റെ സമയം, പൈസ, ആരോഗ്യം, ഇതെല്ലാം സക്സസ് സ്റ്റോറികൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ബി വിത്ത് us. നമ്മുടെ കൂടെ നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും. നമ്മളൊരു വലിയൊരു ഇവന്റ് പ്ലാൻ ചെയ്യുവാണ്. 18 ഡിസംബറിന് ബെറി ബ്ലാസ്റ്റ്. അത് 15 ഒക്ടോബർ മുമ്പ് ടിക്കറ്റ് എടുത്തോളം. ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുള്ള ഒരു കംപ്ലൈന്റ് നമ്മൾ സ്വീകരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പറയാനുള്ള ടിക്കറ്റ് ഒക്കെ മുമ്പ് എടുത്തോളം. SBG is your golden wings to fly to make miracles happening in your life. നിങ്ങളുടെ ജീവിതത്തിൽ മിറക്കിൾസ് സംഭവിക്കാനുള്ള ഒരു ഗോൾഡൻ വിങ്സ് ആണ് നിങ്ങൾക്ക് പറക്കാനായിട്ടുള്ളത്. സോ നിങ്ങൾക്ക് പറക്കാൻ ചിറകുള്ളപ്പോൾ പറക്കണം. നിങ്ങൾ മഴവില്ലിന്റെ മുകളിൽ പറക്കണം. നെവർ സെറ്റിൽ. നിങ്ങൾ എഴഞ്ഞു നടക്കരുത്. നിങ്ങൾ മനസ്സിലാക്കാം. സോ എന്റെ കൂടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഐ ആം ദി ബെസ്റ്റ്. ഇതൊരു മിറക്കിളിന്റെ ഭാഗമാണ്. ഐ ആം ദി ബെസ്റ്റ്. ഐ ഏൺ 1 lakh a month. I am a successful SPG leader. I am ignited and today is my best day. Today the miracle is going to happen. ഇന്ന് നമ്മൾ അതിശയങ്ങൾ സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾ മനസ്സിലാക്കാം. ക്രിയേറ്റ് എ ഗ്രേറ്റ് ഡേ. ജീവിതത്തിൽ ഒരു നല്ല ദിവസം സൃഷ്ടിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ദിവസം സംഭവിക്കണം. അതിനുവേണ്ടി നിങ്ങൾ എപ്പോഴും മിറക്കിൾസ് വിശ്വസിക്കുക. മിറക്കിൾസ് ക്യാൻ ഹാപ്പൻ എനി ടൈം ഫ്രം നൗ. ഇപ്പം മുതൽ. പക്ഷെ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ബി ഗ്രേറ്റ്ഫുൾ, ബി ഹാർഡ് വർക്കിംഗ് ആൻഡ് ബി പാഷനേറ്റ്. നിങ്ങൾ അത് ചെയ്യുക. നല്ല ഗോള്, ഹാർഡ് വർക്കിംഗ്, ഗ്രേറ്റ്ഫുൾ, ഇതെല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കും.
ജീവിതത്തിൽ എല്ലാത്തിനും ഹാപ്പി ആയിരിക്കും. ബി ഹാപ്പി ഓൾവേസ്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. നടക്കും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ എല്ലാം നടക്കും. അതിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് ജീവിതത്തിൽ വലിയ ലെവലിൽ എത്താൻ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ദിവസത്തെ രാവിലത്തെ മീറ്റിംഗുകൾ എല്ലാ ദിവസവും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും. God bless you. Stay tuned for miracles. Bye bye.